ഹായ്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ആക്ച്വലി എനിക്ക് സീരിയൽ ചെയ്യാൻ ഒരു താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ സിനിമ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നു സിനിമ. പക്ഷെ ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്നെ പോലുള്ള ഒരു മിഡിൽ ക്ലാസ് ആൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്ട്രഗിൾ വരും. സീരിയലിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഓഡിയൻസ് ഉണ്ട്. ഒത്തിരി ഒരു കുടുംബ പ്രേക്ഷകർ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ അവരുടെ അടുത്തോട്ട് എല്ലാ ദിവസവും ചെല്ലുവാണല്ലോ. പൊതുവെ സീരിയലിൽ എല്ലാവരും പറയുന്നുണ്ട് ഹീറോനെ ഒന്നും ചെയ്യാനുണ്ടാവത്തില്ല. ഹീറോ ഇങ്ങനെ ഒരു പാവം പിടിച്ച പയ്യനായിട്ട് ഇങ്ങനെ പോകുന്നു. വില്ലന്മാർക്കാണ് കുറച്ചുകൂടി ചെയ്യാനൊരു സ്പേസ് ഉള്ളത്. അപ്പോൾ എന്നോട് നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഒരു ആക്ടറെ സംബന്ധിച്ച് നല്ലതും ചീറ്റൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന എല്ലാം ചെയ്യാന്നുള്ളതാണ്, ചെറുതോ വലുതോ. നമുക്ക് എല്ലാത്തിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടാവും. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏത് പരിപാടിക്ക് ഞാൻ നോ പറയാറില്ല. വില്ലനും ഇത്ര ഫാൻസോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ അത് ഓഡിയൻസ് ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഞാനൊരു ആ ലേഡീനെ കെട്ടിയിരിക്കുന്ന ആ ക്യാരക്ടർ അവളെ നശിപ്പിക്കാൻ വേണ്ടി കിട്ടിയിരിക്കുന്നത്. പക്ഷെ അവൾ നമ്മൾ ആത്മാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ട് ആ ക്യാരക്ടറിൽ. പക്ഷെ സ്വാഭാവികമായിട്ട് നമ്മളോട് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നണം. പക്ഷെ ആൾക്കാർക്ക് എന്തോ ഇഷ്ടം തോന്നുന്നത് നമ്മുടെ ഒരു വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത്. മലയാളത്തിലെ ഒരു ഹാൻസം വില്ലൻ, ഒരു ടാലൻറ്റഡ് ആക്ടർ ജെയിൻ കെ പോൾ. ജെയിനാണ് ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യങ്ങളുമായി എനിക്കൊപ്പം. ഇപ്പോൾ ഒരു റൈറ്റ് അഡ്ജക്റ്റീവാന്ന് തോന്നുന്നു, ഹാൻസം വില്ലൻ. പലതരം കഥാപാത്രങ്ങളൊന്നും പറയാതെ ഇപ്പം നമ്മുടെ കൂടെ അത്രയും ലൈവായിട്ട് നിൽക്കുന്നത് മാനത്തെ കൊട്ടാരം എന്ന് പറഞ്ഞ സീ കേരളത്തിലെ സീരിയലിൽ വിക്രം. ഒരു പാവാണ്, നല്ല കുട്ടിയാന്നൊക്കെ വിചാരിച്ച് ഞങ്ങളിങ്ങനെ സ്നേഹിച്ച് തുടങ്ങുകയായിരുന്നു. അപ്പോഴല്ലേ കയ്യിലിരിപ്പൊക്കെ പുറത്തെടുക്കുന്നത്. നല്ല കുട്ടിയാണ്, സത്യത്തിൽ ഞാനൊരു നല്ല കുട്ടിയാണ് അല്ലേ? സിറ്റുവേഷൻസ് പറയൂ, എങ്ങനെയാണ് ഒരു സീരിയൽ എക്സ്പീരിയൻസ്, എങ്ങനെയാണ് അത് നമുക്ക് ആദ്യം പറയാം. സീരിയല് ആക്ച്വലി എനിക്ക് സീരിയൽ ചെയ്യാൻ ഒരു താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ സിനിമ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നു സിനിമ. പക്ഷെ ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്നെ പോലുള്ള ഒരു മിഡിൽ ക്ലാസ് ആൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്ട്രഗിൾ വരും. വീട്ടില് കുടുംബം, അപ്പൻ, അമ്മ, പിന്നെ ഒരു മൂത്ത മകനും കൂടി ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. പിന്നെ അതിനിടയ്ക്ക് ഒരു കല്യാണം കഴിഞ്ഞു, അപ്പോൾ വൈഫ്, മോള്. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചാൽ എന്നാൽ പിന്നെ ഒന്നും വർക്കാവുന്നില്ല. സിനിമ ഉണ്ട്, ചെറിയ ഒരു ക്യാരക്ടർ കിട്ടി ചിലപ്പോൾ ഒരു 4-5 മാസത്തെ ഗ്യാപ്പൊക്കെ വരും. അപ്പോൾ നമ്മൾ നമ്മുടെ ആ കാര്യങ്ങൾ ഓടത്തില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ പിന്നെ ഒരു സീരിയൽ ആ സമയത്ത് വിളിക്കുന്നുണ്ട് സീരിയൽ. അപ്പം ഞാൻ ഇല്ല, സീരിയൽ ചെയ്യുന്നില്ല, സിനിമയാണ്. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് എന്നാൽ പിന്നെ ഒരു സീരിയൽ ചെയ്താലോ, അങ്ങനെയാണ് പക്ഷേ സീരിയലിട്ട് വരുന്നത്. പക്ഷേ സീരിയലിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഓഡിയൻസ് ഉണ്ട്. ഒത്തിരി ഒരു കുടുംബ പ്രേക്ഷകർ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ അവരുടെ അടുത്തോട്ട് എല്ലാ ദിവസവും ചെല്ലുവാണല്ലോ. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ്. നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ കുറേ ചേച്ചിമാർക്കൊന്ന് വർത്താനൊക്കെ പറയുന്നത്. ആക്ച്വലി ഇപ്പം ഞാനത് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ മാസവും ഒരു റെഗുലർ ഇൻകം, നമ്മുടെ കാര്യങ്ങൾ സ്മൂത്ത് ആവുകയും ചെയ്യും. പിന്നെ ഞാൻ വിചാരിക്കുന്നതൊരു 10 ദിവസമൊക്കെ ഷൂട്ടുള്ളൂ, ബാക്കി 20 ദിവസം ഒരു സിനിമയൊക്കെ ട്രൈ ചെയ്യാലോ എന്നൊരു ലക്ഷ്യം കൂടി അതിലുണ്ട്. ഇപ്പൊ ചേച്ചിമാരൊക്കെ വന്ന് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം വെറും സംസാരമേ ഉള്ളൂ, അത് കയ്യേറ്റത്തിലേക്കൊക്കെ കടന്നു? അയ്യോ ഇല്ല, അവർക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. കാര്യം നെഗറ്റീവ് ആണെങ്കിലും അവർക്ക് എവിടെയോ ഒരു ചെറിയ ഇഷ്ടം കിടക്കുന്നുണ്ട്. അത് കാരണം അവരിങ്ങനെ അതെ, വില്ലനാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഒരു ഫീൽ അല്ലേ? അറിയായിരുന്നു ഈ ക്യാരക്ടറിന്റെ ഒരു ഡെപ്ത് ഇത്രയുമാണ്? എന്നോട് പറഞ്ഞിരുന്നു നെഗറ്റീവ് ക്യാരക്ടർ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് ആദ്യമേ തന്നെ ഞാൻ വിചാരിച്ച്, പൊതുവെ സീരിയലിൽ എല്ലാവരും പറയുന്നുണ്ട് ഹീറോനെ ഒന്നും ചെയ്യാനുണ്ടാവത്തില്ല. സത്യം, ഹീറോ ഇങ്ങനെ ഒരു പാവം പിടിച്ച പയ്യനായിട്ട് ഇങ്ങനെ പോകുന്നു. വില്ലന്മാർക്കാണ് കുറച്ചുകൂടി ചെയ്യാനൊരു സ്പേസ് ഉള്ളത്. അപ്പോൾ എന്നോട് നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്ക് എന്ത് കൊണ്ടായാലും ചെയ്യാന്നുള്ള ആ ഒരു ക്യാരക്ടറാണല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ ഹീറോ ചെയ്യും. അപ്പം അങ്ങനെയാണ് ചെയ്തത്. എങ്ങനെയുണ്ട് മൊത്തം ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളും? കാരണം സിനിമയുടെ ഒരു പൾസിലായിരിക്കില്ലല്ലോ സീരിയലിന്റെ ഷൂട്ടിംഗ് പോണത്. സീരിയലിൽ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു അവർക്ക് ഫൂട്ടേജ് വേണം. അവർ എപ്പിസോഡ് ഒരു ദിവസം ഇത്ര സീൻ തീർക്കണം, അങ്ങനെ കുറേ ഒരു ടൈം ബൗണ്ട് ആയിട്ട് പോകുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ കുറച്ച് ഫാസ്റ്റാണ് പരിപാടിയിലെല്ലാം. ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം റീടേക്സുകളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് സ്പീഡാണ്. മറ്റേത് സിനിമ കുറച്ചുകൂടി ടൈം എടുത്ത് ചിലപ്പോൾ 1-2 സീനൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോൾ എങ്ങനെ ഒരു 5-8 സീനൊക്കെ ഒരു എപ്പിസോഡ് 1.5 എപ്പിസോഡൊക്കെ ഒരു ദിവസം ഷൂട്ട് ചെയ്യും. അപ്പോൾ അത്രയും തിക്കും തിരക്കുമാണ്. പിന്നെ ഞാനിടയ്ക്ക് പറയും, നമ്മുടെ ഇപ്പം എൻ്റെ വീട് ഷൂട്ട് ചെയ്യുമ്പോൾ അതിലാകെ ആ ക്യാരക്ടർ ഞാനും എൻ്റെ വൈഫ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീട്ടിലെ സീൻ എന്ന് പറഞ്ഞൊരു 10-20 സീനൊക്കെ എടുക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്നു, ഡ്രസ്സ് മാറുന്നു, സീൻ എടുക്കുന്നു, പോകുന്നു, ഡ്രസ്സ് മാറുന്നു, സീൻ എടുക്കുന്നു.
അപ്പോൾ കുറച്ച് അസിസ്റ്റൻ്റൊക്കെ വന്നിട്ട് ചോദിക്കാം, ചേട്ടാ കഴിഞ്ഞ സീനിൽ ഏത് ഡ്രസ്സ് ഇട്ടത്? ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു മോനെ ഇപ്പം അത് ഇട്ടതെന്ന് എൻ്റെ ഓർമ്മയില്ല, കാരണം അത് അത്രയും സീൻ അവർ എടുത്തു കൂട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കര ഒരു ഹറിബറി പരിപാടികളുണ്ട്. ഇപ്പം ഒരു പേസ്, നമ്മൾ ആക്ടിങ്ങിന്റെ പേസും അതിനനുസരിച്ച് നമ്മൾ മാച്ച് ചെയ്ത് പോണായിരിക്കുമല്ലോ ഇത്രയും സീൻസ് ഒക്കെ എടുത്തു പോകുമ്പോൾ. പക്ഷേ പ്രത്യേകിച്ച് ജെയിൻ്റെ ക്യാരക്ടറിന് പെർഫോം ചെയ്തേ പറ്റൂ, എന്നാലേ നമുക്കത് എത്തുള്ളൂ എന്നുള്ള ഒരു സംഭവമുണ്ട്. അത് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് അത് മാച്ച് ചെയ്ത്? കാരണം നമുക്ക് ശീലമുള്ള ഒരു രീതി ആയിരിക്കില്ല അത്. അപ്പൊ അതിലേക്ക് ജെയിനെ എത്തിക്കുന്നത് എങ്ങനെയാണ്? അത് ഞാൻ ഈ സീരിയലിന് മുന്നേ വേറൊരു സീരിയൽ ചെയ്തിരുന്നു, സുന്ദരി എന്ന് പറഞ്ഞിട്ട് സൂര്യ ടിവിയിൽ ഒരു സീരിയൽ ചെയ്തിരുന്നു. നമ്മുടെ മുകേഷ് ചേട്ടന്റെ പെങ്ങള് അവരാണ്, കാളിദാസ പ്രൊഡക്ഷൻസ് ആയിരുന്നു അതിന്റെ. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സീരിയൽ എക്സ്പീരിയൻസ്. ശരിക്കും അത് ഞാൻ ചെന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു സ്റ്റാർട്ടിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം പ്രോംപ്റ്റിംഗ് ഒരു സൈഡിൽ കൂടെ വരും, നമ്മളത് പിടിച്ച് ഇവിടെ പറയണം, പിന്നെ അത് റീടേക്സും ഇല്ല. അപ്പോൾ പിന്നെ അവിടെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ട്രാക്കിലോട്ടായി. ഈ സീരിയലിലൊരു ട്രാക്ക് ഉണ്ടല്ലോ, പിന്നെ കുറച്ചുകൂടി നമുക്ക് ഒരു ചെവി അവിടെ കൊടുക്കുന്നു, ഒരു ചെവി ഇവിടെ ഇടുന്നു, പിന്നെ എന്തോ അങ്ങനെ അങ്ങോട്ട് ആ ഒരു ട്രാക്കിൽ വീണു. അപ്പം അങ്ങനെ അത് സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ നേരത്തെ നമ്മൾ തുടങ്ങുമ്പോൾ പറഞ്ഞല്ലോ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, അപ്പം നമ്മൾ സിനിമ എന്ന് പറഞ്ഞ് കുറേ ഇരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഒരു സംഭവത്തിലേക്ക് നമ്മൾ വരാൻ ഇപ്പം എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഉണ്ടോ? ഇതിലേക്ക് നമ്മളെ അട്രാക്ട് ചെയ്ത ഒരു എലമെന്റ് എന്തായിരിക്കും? അതായത് ഫാമിലിയിലുണ്ടോ ഇതുമായിട്ട്? ഇല്ല, ആരുമില്ല. എനിക്ക് തോന്നുന്നു എന്നെ പോലെ കുറേ ചെറുപ്പക്കാരുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ആഗ്രഹമില്ലാത്ത മനുഷ്യനാണ് ഞാൻ. പണ്ട് മുതൽ ഞാൻ അങ്ങനെയാണ്. അപ്പം ഞാൻ 10th കഴിഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ അന്നൊക്കെ വീട്ടിലൊക്കെ കുറേ 1-2 അച്ഛന്മാരൊക്കെ ഉണ്ട്, സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പം ഞാൻ സെമിനാരിൽ പോയ ആളാണ് 10th കഴിഞ്ഞിട്ട്. അപ്പോൾ അമ്മയുടെ ഒക്കെ ആഗ്രഹം ഞാനൊരു അച്ഛനാവണം, എന്നെ കണ്ട ഒരു അച്ഛൻ ലുക്കൊക്കെ ഉണ്ടെന്നൊക്കെ ഭയങ്കര ഒരു ഭയങ്കര. അപ്പോൾ ഞാൻ 10th കഴിഞ്ഞ് സെമിനാരിൽ പോയി. അപ്പോൾ ഞാൻ സെമിനാരിൽ പോകുന്നു. +1 +2 ഞാൻ പഠിക്കുന്നത് SHലാണ്, അവരുടെ സെമിനാരി CMAക്കാരുടെയാണ്. അപ്പോൾ അവിടെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് സിനിമയുടെ ഷൂട്ടിങ്ങാണ്. അപ്പോൾ ഞാൻ ഭയങ്കര പൃഥ്വിരാജ് ഫാനാണ്. അത് ആ സമയത്ത് പൃഥ്വിരാജിനെ കാണുന്നു, റോമ, സമൃദ്ധ, ജയസൂര്യ, ഷാഫി സാറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സിനിമ ഭയങ്കര എന്തോ എൻ്റെ ഭയങ്കര ഉള്ളിലോട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്തോ കയറിയിട്ടുണ്ട്. അതിപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അവിടുത്തെ ബാക്കി പഠിച്ചൊന്നും ഓർക്കുന്നില്ലെങ്കിലും ആ ഒരു ഷൂട്ടിംഗ് പരിപാടികളൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ സെമിനാരി വിട്ടു. +2 കഴിഞ്ഞപ്പോൾ എനിക്ക് മടുത്തു. ഞാൻ പോന്നപ്പോൾ ആ സമയത്ത് എഞ്ചിനീയറിംഗ് ഭയങ്കര കൊടികുത്തി സമയമാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു എഞ്ചിനീയറിംഗിന് പോകും. ഞാൻ നേരെ എഞ്ചിനീയറിംഗിന് പോകുന്നു. എഞ്ചിനീയറിംഗ് അപ്പോൾ നമുക്ക് വീട്ടുകാർ പറയുന്ന എഞ്ചിനീയറിംഗിന് പോയിട്ട് അങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞ് പഠിച്ചിറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിൽ ചുറ്റുപാടൊക്കെ എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ അമ്മ പറഞ്ഞടാ എല്ലാവരും എഞ്ചിനീയർമാരാണ്, ബിടെക് കൊണ്ടൊരു കാര്യമില്ല, ഒരു MTech കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഒരു MTech കൂടി ചെയ്യാം, അങ്ങനെ MTechന് പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇവിടെ ഒരു തൃശ്ശൂർ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കാനും കയറി. പാർട്ട് ടൈം ആയിട്ട് MTech ചെയ്യുന്നു, അവിടെ പഠിപ്പിക്കാനും കയറി. അപ്പോൾ അവിടെ ഞാൻ പരിചയപ്പെട്ട ഒരു പ്രവിത്ത് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവന് ഭയങ്കര സിനിമയുടെ ഭയങ്കര ആഗ്രഹമാണ് അവൻ്റെ ഉള്ളിൽ. അവൻ്റെ ഒരു ഫ്രണ്ട് ഒരുത്തനുള്ളിൽ. അപ്പോൾ അവർ വിവേക് എന്ന് പറഞ്ഞു, അവർക്ക് ഭയങ്കര സിനിമ ഭയങ്കര ആഗ്രഹമായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ആഗ്രഹങ്ങളില്ല. ഞാനിങ്ങനെ പോകുന്നു, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കാലത്ത് കോളേജിൽ പോകുന്നു, വേറെ പഠിപ്പിക്കാനൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ നമ്മളിങ്ങനെ നമ്മളെ അങ്ങനെ അടിച്ചുപൊളി നടക്കുന്ന ഒരു മൈൻഡാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ പറയുന്നത് നമുക്കൊരു പോർട്ട്ഫോളിയോ ചെയ്യാം. പക്ഷെ പെൺകുട്ടികളൊക്കെ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ വരുന്നുണ്ടാവില്ല. അല്ല, ഞാൻ മെക്കാനിക്കലോടെ ആയതുകൊണ്ട് പിന്നെ അതും ശോകമാണ്. അല്ല, എന്നാലും എൻ്റെ HOD ഭയങ്കര സ്നേഹമുള്ള പുള്ളിയായിരുന്നു. പുള്ളി എനിക്കൊരു ഫസ്റ്റ് ഇയറിലൊരു പേപ്പറുണ്ട്, ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട്. അതെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും കോമൺ പേപ്പറാണ്. അപ്പോൾ ഞാനാണ് ബാക്കി സിവിലിലും CS ഒക്കെ എടുക്കാൻ പോകുന്നത്, ബാക്കി എല്ലാ ക്ലാസ്സിലും എടുക്കാൻ പോകുന്നതാണ് ഞാൻ. തീരെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായില്ലേ? അല്ല, കുറച്ചൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളൊരു പോർട്ട്ഫോളിയോ ചെയ്യുന്നു, 3 പേരും കൂടിയിട്ട് 10,000 രൂപ വെച്ച് ഒരാളിട്ടിട്ട് 30,000 രൂപയ്ക്ക് നമ്മൾ ഒരു കാസ്റ്റിംഗ് ഏജൻസിന്, അവന് പരിചയമുള്ള ഒരു കാസ്റ്റിംഗ് ഏജൻസിയായിട്ട് കണക്ട് ചെയ്തിട്ട് എടപ്പള്ളി പള്ളിയുടെ സൈഡിലൊരു ജിയോ സ്റ്റുഡിയോ ഉണ്ട്. അവിടെ പോയി അവർ കോസ്റ്റ്യൂം തരും, നമ്മൾ ഡിഫറെൻറ്റ് കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് ഡിഫറെൻറ്റ് ലുക്കിലൊക്കെ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നു. പിന്നെ നമ്മുടെ പരിപാടി ഫോട്ടോസ് ഇങ്ങനെ അയക്കലാണ്. നമ്മളിങ്ങനെ FBയിൽ ഇടുന്നു, ഫോട്ടോസ് അയക്കുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് 1-2 പരിപാടികളിൽ നിന്ന് വന്നു, ചെറിയ ആഡൊക്കെ വന്നു. അപ്പോൾ അത് ഞാൻ പോകുന്നു, ചെയ്യുന്നു. അപ്പോൾ എനിക്ക് അതിനോടെന്തോ ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. ഇഷ്ടം എന്ന് മാത്രമല്ല, ഞാൻ അതിനോട് ഭയങ്കര ആത്മാർത്ഥത കാണിച്ചു. കാര്യം ഞാൻ വേറെ ഒരു പരിപാടിയിലും ഈ ആത്മാർത്ഥത കാണിച്ചിട്ടില്ല. ഇപ്പോൾ പഠിപ്പിക്കുമ്പോൾ പോലും എന്നോട് പറയും ഒരു എക്സ്ട്രാ അവർ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ പറയും എൻ്റെ പൊന്നെങ്ങാതി എന്നോട് പറ്റില്ല, ഉള്ള പറയാൻ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു എക്സ്ട്രാ അവറും കൂടി. അപ്പോൾ ഒന്നിനോട് എനിക്ക് ആത്മാർത്ഥതയില്ല. പക്ഷേ ഞാൻ ഈ ഒരു കാര്യത്തിനോട് മാത്രം ഭയങ്കര. ഇപ്പോൾ വെളുപ്പിന് 5 മണിക്ക് വരാൻ പറഞ്ഞ് ഞാൻ 4 മണി എണീറ്റ് കുളിച്ച് വണ്ടി എടുത്ത് സമയത്തിൽ അപ്പോൾ നടക്കില്ല നമുക്കറിയാം. എന്നാലും നമ്മളവിടെ ചെന്നിരിക്കുന്നു. അപ്പോൾ അതിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ നമ്മൾ
പിന്നെ അത് കഴിഞ്ഞ് അടുത്തത് കിട്ടി, അങ്ങനെ കിട്ടി 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 വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് ഇതിലോട്ട് ഒരു ഇറങ്ങുന്നത്. എന്നാൽ പിന്നെ നോക്കിയേക്കാം, ആകെ ഒരു ആത്മാർത്ഥത കാണിക്കുന്ന ഒരു പരിപാടി ഇതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഇതിലോട്ട് ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോഴേക്കും നമ്മൾ ശരിക്കും റിയലൈസ് ചെയ്യുന്നു ഇവിടെയാണ് എനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റുക, ഇതാണ് എൻ്റെ ഹാപ്പി സ്പേസ്. പക്ഷേ അതിൽ അപ്പുറത്ത് വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ എന്ന് സോക്കോൾഡ് നമ്മുടെ സൊസൈറ്റി പറയുന്ന ഒരു ജോബ് പ്രൊഫൈലിന് വേണ്ടുന്ന എഡ്യൂക്കേഷൻ ഉണ്ട്, നമ്മൾ ആ ജോലിക്ക് പോകുന്നുണ്ട്. അത് വിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രഗ്ലിംഗ് ഒരു ഇതിലേക്ക് നമ്മൾ എവിടെയെങ്കിലും എത്തുമെന്ന് പോലും അറിയാത്തൊരു കാര്യത്തിലേക്ക് വരുന്നത്. ആ ഒരു സംഭവത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടുകൾ, ഇപ്പോൾ ജെയിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ജെയിൻ ചുറ്റുപാടുകളാണ് ജെയിനെ കൺട്രോൾ ചെയ്ത് അതുവരെയും കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചേഞ്ച് എങ്ങനെയാണ്, അത് എങ്ങനെയായിരിക്കും അത് ഓവർകം ചെയ്തിട്ടുണ്ടാവുക? അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ എന്നോട് ആരും അങ്ങനെ, ഒന്നാമത്തെ എൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും എന്നോട് ചോദിച്ചിട്ടില്ല നിനക്ക് വേറെ പണിക്ക് പോയിക്കൂടെ എന്ന് ആരും ചോദിച്ചിട്ടില്ല. അത് എന്തോ ഒരു ദൈവാനുഗ്രഹം ഞാൻ വിചാരിക്കുന്നു. കാരണം സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് നിനക്ക് വേറെ പണിക്ക് പോയിക്കൂടെ, പക്ഷെ ഇന്ന് വരെ എന്നോട് ആരും ചോദിച്ചിട്ടില്ല നിനക്ക് ഇതിനും പകരം വേറൊരു. അപ്പോൾ അവരുടെ ഉള്ളിൽ എന്തോ ഒരു വിശ്വാസമുണ്ട്, ഇവൻ രക്ഷപ്പെടുമായിരിക്കും എന്നൊരു വിശ്വാസമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് ഒരു മൂവി ചെയ്തിരുന്നത് ഞാൻ ഇതേപോലെ കാസ്റ്റിംഗ് കോൾ വഴി നമ്മുടെ ഹരിശ്രീ അശോക് ചേട്ടൻ ഡയറക്ട് ചെയ്ത ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി എന്ന് പറഞ്ഞ മൂവിയിൽ നമ്മുടെ മനോജ് കേജിൻ്റെ യങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിരുന്നു ഞാൻ. അത്യാവശ്യം ഒരു സോങ് ഫുള്ള് ത്രൂ ഔട്ട് സോങ്ങിലുള്ള ക്യാരക്ടറാണ്. പക്ഷെ ആ പടം വലിയ സക്സസ് ആയില്ല. പക്ഷെ ആ പടം വഴി എനിക്ക് വേറൊരു കോൾ വന്നിരുന്നു, തൃശ്ശൂരുള്ള ഒരു ടീം വിളിച്ചിട്ട് ഒരു പടമുണ്ട്, ഒരു ക്യാമ്പസ് മൂവി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ സ്റ്റോറിയൊക്കെ കേട്ടു. അപ്പോൾ അത് തുടങ്ങാൻ നിൽക്കുന്ന സമയത്ത് അതിനിടയ്ക്ക് എൻ്റെ കല്യാണം വരുന്നത്. അപ്പോൾ അതൊരു കാര്യമാണ്. കാരണം ഞാൻ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് അറേഞ്ച്ഡ് മാരേജ് ആണ്. ഞാൻ ആദ്യമായിട്ട് പെണ്ണിനെ കാണാൻ പോകുന്നു. അപ്പോൾ ഞാൻ ചെല്ലുന്നു. അപ്പോൾ എനിക്കങ്ങനെ നമ്മൾ വെറുതെ കൂളായിട്ട് പോകുന്നു, ആ ഒരു മൈൻഡാണ്. ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സിനിമയൊക്കെയാണ് താല്പര്യം. അപ്പോൾ നിങ്ങളിങ്ങനെ M.Tech ആണ്, അസിസ്റ്റന്റ് പ്രൊഫസറാണ് എന്നൊന്നും വിചാരിച്ച് കിട്ടിക്കണ്ട, എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ജോലി അങ്ങ് വിടും. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോകുന്നു. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു അവർക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കുഴപ്പമില്ല പിന്നെ എനിക്കെന്താ കുഴപ്പമില്ല. അങ്ങനെയാണ്. അതുപോലും ഞാൻ പറഞ്ഞ നമ്മളങ്ങ് ആ ഒഴുക്കിലങ്ങ് പോവുക. അങ്ങനെ കല്യാണം കഴിയുന്നു. കല്യാണം കഴിഞ്ഞ ഒരു മാസം അവർ ഓക്കെ ആയിരുന്നു. ആ കുട്ടിയുടെ പേര് പറയാൻ പറ്റിയ സമയം മീനു ചാലക്കുടിയാണ് അവരുടെ വീട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞാണ് നമ്മൾ ഈ പടം തുടങ്ങാൻ നിന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കല്യാണം കഴിഞ്ഞ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ ഹീറോ ആയിട്ടൊരു പടം തുടങ്ങാൻ നിൽക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ ജോലിയൊക്കെ വിട്ട് ഇനിയിപ്പോൾ പടം തുടങ്ങാൻ പോവല്ലേ. പക്ഷെ ആ പടം നടന്നില്ല. എന്തോ ഒരു പ്രൊഡ്യൂസർ ഇഷ്യൂ ഒക്കെ വന്നിട്ട് പടം നടന്നില്ല. പിന്നെ ഞാനും ആ ഡയറക്ടറും കൂടി ഒരു 4-5 മാസം ആ പടത്തിൻ്റെ പിന്നാലെ നടന്നു. വർക്കായില്ല. അപ്പോൾ പുള്ളിയും പറഞ്ഞാൽ നമുക്കിത് മാറ്റിവെക്കാം, ഇനിയിപ്പോൾ നീ നിൻ്റെ സമയം കളയണ്ടല്ലോ, എൻ്റെ സമയം കളയണം, നമുക്ക് രണ്ട് വഴിക്ക് പോകാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് തിരിച്ച് കോളേജിൽ കയറാനായിട്ട് എൻ്റെ മനസ്സങ്ങോട്ട് സമ്മതിക്കുന്നില്ല. നമ്മൾ ഇതിന് വേണ്ടി ഇറങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ ഇതിനു വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്യുന്നു, ചെറിയ ചെറിയ ക്യാരക്ടർ റോൾ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഇനിയുത്തരൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ ചെറിയ ചെറിയ ക്യാരക്ടർ റോളുകൾ ചെയ്യുന്നു. അപ്പോൾ പരസ്യങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോയിട്ടേ ഇല്ല. പക്ഷെ എന്തോ ഗുണമുള്ളതെന്ന് വെച്ചാൽ അവരോട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സിനിമയൊക്കെയാണ് താല്പര്യം. അപ്പോൾ അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷെ എന്തോ അങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നു. പക്ഷെ അപ്പോൾ വൈഫ് നല്ല കൂളായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് കൂടെ നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അവള് കുറച്ചൊക്കെ എന്നെ പോലെ തന്നെയാണ്. അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളോ ലക്ഷ്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ സുഖമായിട്ട് ജീവിച്ചു പോവാ. അങ്ങനെ പോയി നമ്മള് നമ്മുടെ വിക്രമില് അങ്ങനെ പോയപ്പോ എന്നെ സീരിയലിലേക്ക് എത്തിയിരിക്കണം. പക്ഷെ സീരിയൽ അതല്ലാതെ ഇപ്പൊ സിനിമയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ എടുത്ത് പറയാവുന്ന ഏതെങ്കിലും ഉണ്ടോ അങ്ങനെ ആളുകൾക്ക് പെട്ടെന്ന് പറഞ്ഞ സ്ട്രൈക്ക് ചെയ്യുന്ന എന്തെങ്കിലും? സ്ട്രൈക്ക് ചെയ്യുന്ന സിനിമയിലെ ക്യാരക്ടേഴ്സ് എനിക്ക് തോന്നുന്നു ഈ പടത്തിൽ നല്ല ക്യാരക്ടറാണ്. ഞാൻ പറഞ്ഞ ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി എന്ന് പറഞ്ഞ മൂവിയിൽ. പിന്നെ ഞാൻ ചെയ്തൊരു ചെറിയൊരു ക്യാരക്ടർ ഉണ്ട് നമ്മുടെ പാച്ചു മലിബുദർക്ക് എന്ന് പറഞ്ഞ പടത്തിൽ ഫഹദിന്റെ മൂവിയിൽ. അതൊരു SI ആയിട്ട് ചെയ്തിരുന്നു, ഗോവൻ SI ആയിട്ട്. അത് പറയാൻ കാരണം ആ പടത്തിൽ ആകെ ഒരു പോലീസുകാരൻ ഞാനുള്ളൂ. ചിലപ്പോൾ അങ്ങനെ അറിയാമായിരിക്കാം എന്ന് വിചാരിക്കും. അല്ല, അതെന്താ വെച്ചാൽ ഇനി ഉത്തരം കഴിഞ്ഞ ഉടനെ ആണ് ആ പടം കാണുന്നത്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ചെയ്യുന്ന ഈ പോലീസുകാരൻ എനിക്ക് പരിചയമുണ്ടല്ലോ. ഞാൻ ഈ ഇന്റർവ്യൂസിന്റെ കമന്റ്സ് ഒക്കെ വായിക്കാണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ വരും ഇവനൊക്കെ ഏതടേ, അവനാണ് ഇവൻ, ഇനിയിപ്പോ ചോദിക്കില്ല. അപ്പോൾ ഞാൻ കൂടുതൽ കമന്റ്സ് വായിക്കുന്ന ആളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില കമന്റ്സ് ഒക്കെ വായിച്ച് ഞാൻ തന്നെ ഇങ്ങനെ ചിരിക്കും. ഭയങ്കര രസമായിരിക്കും. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഓൺലൈൻ മീഡിയക്കാർ അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യും. ഇവർക്ക് ആളെ കാണുമ്പോൾ എവിടെയോ കണ്ടിട്ട് തോന്നും, ഇവര് നമ്മുടെ വീഡിയോ എടുത്തിടും, ഈ ചേട്ടനെ മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചാൽ ആ തെറിയും കൂടെ നമ്മളെ അപ്പൊ അത് ചെയ്തു. പിന്നെ പരസ്യങ്ങൾ ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്. ഭീമ ചെയ്തിരുന്നു, ലാലേട്ടൻ്റെ കൂടെ യൂണിറ്റ് ടേസ്റ്റിന്റെ ആഡ് ചെയ്തിരുന്നു, ധാത്രി മയാക്ടി എന്നൊരു സാധനം ചെയ്തിരുന്നു. അങ്ങനെ അത്യാവശ്യം ബ്രാൻഡ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്.
ഇപ്പം ഷോർട്ട് മൂവീസിലൊക്കെ നല്ലൊരു സാധനമൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇല്ലേ? ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഒരു കുറച്ച് പരിപാടിയിൽ ഇപ്പോൾ ഒരടി എന്നൊരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അങ്ങനെ ഷോർട്ട് ഒരു റൊമാൻറ്റിക് ഒരു സാധനം ചെയ്തിട്ടില്ലേ? ഒരു ജനന്യ എന്നൊരു ആൽബം ചെയ്തിരുന്നു ഞാൻ. അത് അത്യാവശ്യം വൈറലായിരുന്നു. കാരണം അത് നമ്മൾ ആ പറഞ്ഞ കൺസെപ്റ്റ് നല്ലതായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് നല്ല റീച്ച് കിട്ടിയ ഒരു സാധനമായിരുന്നു. ഒരു ആൽബം നല്ല റീച്ചും ആയിരുന്നു. നമുക്ക് പേഴ്സണലി കുറേ ഒരു മെസ്സേജ് അയച്ചിരുന്നു. നമുക്ക് നമ്മുടെ ഇവിടെ പഠിച്ച പെമ്പിളരൊക്കെ, കാരണം അവർ ഈ സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ പക്ഷെ എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആൽബം ഇറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വൈഫിൻ്റെ ഫസ്റ്റ് ഡെലിവറിയൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടിയൊക്കെ അവരെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അമ്മയാണല്ലോ എപ്പോഴും നിൽക്കുന്നത്. നമ്മളിങ്ങനെ കറങ്ങി കിടക്കുമല്ലേ. അവർക്കൊരു ഫംഗ്ഷൻ പോകാൻ പറ്റുന്നില്ല, മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലായ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മ്യൂസിക്കൽ ആൽബം വഴിയാണ്. അത് നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയൊക്കെ നിന്ന് നമ്മൾ ഓക്കെ ഇനിയിപ്പോൾ സീരിയൽ ചെയ്യാം, കാരണം സിനിമ കാര്യമായിട്ടൊന്നും പെട്ടെന്ന് വരുന്നില്ല എന്നൊരു തോന്നൽ വരുന്നു. നമ്മൾ സീരിയലിലേക്ക് വരുന്നു. സീരിയലിൽ വില്ലനാണെങ്കിലും സ്നേഹമൊക്കെ ഏറ്റുവാങ്ങി ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നു, സീരിയൽ കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷേ അപ്പോഴും ജെയിൻ്റെ സിനിമ എന്ന് പറയുന്നത്, കാരണം സിനിമയാണ് ജെയിനെ അട്രാക്ട് ചെയ്തത്. പൃഥ്വിരാജ്, റോമ, ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് ആദ്യത്തെ അട്രാക്ഷൻ സിനിമയാണ്, സീരിയൽ ചെയ്യാൻ ആഗ്രഹിച്ചല്ല വന്നതെന്നും പറഞ്ഞു. അപ്പോൾ ഒരു സൈഡിൽ നമുക്കൊരു കംഫർട്ടബിളായിട്ട് കുറച്ച് ദിവസത്തെ ജോലിയുണ്ട്, നമുക്ക് വരുമാനം വരുന്നുണ്ട്, അതൊരു സുഖമുള്ള ഒരു ഫേസാണ്. അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവാതെ കിടക്കുന്ന ഒരു ആക്ടേഴ്സ് പാർട്ടും ഉണ്ട്. ചില സിനിമകൾ ചെയ്യാൻ പറ്റില്ലേ, എനിക്ക് സിനിമകൾ വരുമ്പോൾ പോകാൻ പറ്റണമല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്താണല്ലോ ഇനി നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അതെങ്ങനെയായിരിക്കും അത് കൊണ്ടുപോവുക? അല്ല, എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് കാലത്ത് വരാൻ നേരത്ത് ഞാനൊരു ലേറ്റ് ആവാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ ഇപ്പം എന്നെ സംബന്ധിച്ച് വലിയ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് എണീക്കുക, കൊച്ചിനെ എണീപ്പിക്കുക, അതിനെ ബ്രഷ് ചെയ്യുക, അതിന് ഡ്രസ്സ് മാറ്റുക, അതിൻ്റെ ടിഫിനൊക്കെ പാക്ക് ചെയ്യുക, അതിന് ഫുഡ് കൊടുക്കുക. 8:20 ബസ് വരും. അത് കയറ്റി വിടുന്നത് എൻ്റെ ലൈഫിൽ ഒരു വലിയൊരു ഒരു ഗോള് പോലെ ഞാൻ കാണുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ മോളാണ്. ഇപ്പോൾ കുറേ നമ്മുടെ താല്പര്യങ്ങൾ കുറേ മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹമില്ലാന്നിട്ടല്ല, കുറച്ചും കൂടിയൊക്കെ നമ്മൾ അവർക്കൂടി നമ്മൾ സമയം കണ്ടെത്തണം എന്ന് പറഞ്ഞ ആ ഒരു മൈൻഡായി. അവരുടെ കംഫർട്ട് നോക്കണം. കാരണം രണ്ടാമതൊരാളെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ലൈഫിൽ അത്രയും ഒരു ചേഞ്ച് വന്നത് എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞപ്പോഴല്ല, മോളൊക്കെ ഉണ്ടായതിനു ശേഷം എനിക്ക് കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് സീരിയലിൻ്റെ ഷൂട്ട് കഴിഞ്ഞാൽ രാത്രി തന്നെ പോരും. രാത്രി പോകുന്ന വെളുപ്പിനോട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡെയിലി റൂട്ടീൻ, കാലത്ത് എണീക്കുന്നു, കൊച്ചിനെ റെഡിയാക്കുന്നു, അതിനെ സ്കൂളിൽ വിടുന്നു. പിന്നെ നമ്മളെന്തെങ്കിലും സിനിമ, മോളിപ്പോൾ LKG. പിന്നെ വൈകുന്നേരം അവൾ വരുന്നവരെ നമ്മളെന്തെങ്കിലും സിനിമയെ കണ്ടിരിക്കും. വൈകുന്നേരം അവൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവളുടെ കൂടെയാണ്. പേരെന്താ മോളുടെ? ജോവാന. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആഗ്രഹങ്ങളൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ടൊക്കെ മാറി. അപ്പോൾ അതുകൊണ്ട് ഇനി ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ എന്നല്ല ഞാൻ വിചാരിക്കുന്ന, കുറച്ച് കാലം ഇങ്ങനെ തന്നെ പോട്ടെ എന്നാണ്. കാരണം അവർ ഇപ്പം അടുത്തൊരാളോട് വരാൻ പോകുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ കുറച്ച് സമയമൊക്കെ വീട്ടിൽ വേണം. അപ്പോഴേ ഒരു 2-3 വർഷം ഇങ്ങനെ പോട്ടെ. എന്തായാലും ഇനി അഭിനയം വിട്ടൊരു പരിപാടിയില്ല. അതിലേക്ക് ഫിക്സ് ആയി. അതെ, എന്തായിരിക്കും നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ത് വരുന്നു വരുന്നത് പോലെ എന്നുള്ള. കാരണം ഒറ്റയ്ക്കല്ലല്ലോ, ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത ആൾക്കാരുള്ളപ്പോൾ അവരുടെ ലൈഫ് കൊണ്ട് നമ്മൾ നോക്കണം. തീർച്ചയായിട്ടും. ഇപ്പൊ എങ്ങനെയാണ് വിക്രം ആരാധകരെ കൊണ്ട് തരുന്നുണ്ട്, പെൺപിള്ളേരുണ്ടാവുമല്ലോ ഉറപ്പായിട്ടും? പിന്നല്ല, എന്തൊരു കോൺഫിഡൻസ്. എനിക്ക് വരാതിരിക്കുമോ ചേച്ചി എന്നുള്ള പോലെയാണ്. എന്തെങ്കിലും രസകരമായിട്ടുള്ള ഇത് വരാറുണ്ടോ ആളുകളുടെ കയ്യിൽ നിന്ന്? ഇല്ല, ആൾക്കാർക്ക് പിന്നെ ഈ പെൺപിള്ളേർ ഫാൻസ്, അതിലൊരു കമന്റോട് പറയും, ഇവനൊക്കെ അഹങ്കാരം കൊണ്ട് പറയാലടാന്ന് പറയുന്ന പോലെ ഫാൻസ് പണ്ടേ ഉണ്ടായിരുന്നു. കാരണം ഞാൻ കോളേജ് പഠിപ്പിക്കുമ്പോഴേ അത്യാവശ്യം നല്ല പെൺപിള്ളേർ ഫാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇത് വലിയ സംഭവമായിട്ടൊക്കെ തോന്നിയിട്ടില്ല. അതിന്റെ ഒരു കമന്റോട് ഞാൻ ഇട്ടേക്കാം, ഇവനൊക്കെ നീ ഏതടാ. അപ്പം പിന്നെ അല്ലാതെ ഇങ്ങനെ പ്രത്യേകിച്ച് അയ്യോ ചേട്ടൻ മാരീഡ് ആണോ അത് അറിയില്ലായിരുന്നു ആ രീതിയിലൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലത്. ഇല്ല, ഞാൻ പിന്നെ പൊതുവെ ഞാൻ ഈ ഫോൺ മെസ്സേജ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയുള്ള ഒരാളാണ്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരു മെസ്സേജ് കിട്ടാൻ ഞാൻ റിപ്ലൈ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 3-4 ദിവസം കഴിയുമ്പോൾ അപ്പം അവരും വിചാരിക്കും ഒരു റിപ്ലൈ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച ഞാൻ റിപ്ലൈ കൊടുക്കുന്നത്. അപ്പം പിന്നെ അവർക്ക് മടുക്കും എനിക്ക് ഒരു മോരടൻ എന്നുള്ളൊരു അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പൊ കോ സ്റ്റാർസിനെ കുറിച്ച് പറയുമ്പോ എനിക്കറിയില്ല, സജിതേച്ചിയായിട്ടൊക്കെ സീൻസ് കൂടുതൽ വരാം അല്ലെ? സജിതേച്ചിയും ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് സീരിയൽ. അതെ, അപ്പം എങ്ങനെയാണ്? അനിലേട്ടൻ സീനിയർ ആണ്, അനിലേട്ടനായിട്ട് അധികം കോമ്പിനേഷൻസ് അവരുടെ മകളെ നമ്മൾ കെട്ടിയിരിക്കുന്നല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ അപ്പൊ എങ്ങനെയാണ് അവരൊക്കെ ആയിട്ടുള്ള ഒരു റാപ്പോ കാര്യങ്ങളൊക്കെ? ഭയങ്കര കമ്പനിയാണ്.
ഞാൻ പിന്നെ ചേച്ചിയായിട്ട് ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ട്. അപ്പോൾ എൻ്റെ വിചാരം ഇവരൊക്കെ ഭയങ്കര ഹെഡ് വെയിറ്റ് ഉള്ളത്, പക്ഷെ ഭയങ്കര കൂളാണ് ചേച്ചി, ഭയങ്കര കൂളാണ്, ഭയങ്കര കമ്പനിയാണ് ചേച്ചി. അതേപോലെ തന്നെ അതിലുള്ള എല്ലാവരും, അനിലേട്ടനാണെങ്കിലും, അനിലേട്ടൻ എനിക്കൊരു 10-35 വർഷമായിട്ട് സീരിയലിലുള്ള ആളാണ്. അപ്പോൾ അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ പുള്ളി പക്ഷെ നമ്മളോടൊക്കെ ഭയങ്കര നല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സംസാരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ സംസാരം ഭയങ്കര സ്പീഡാണ്. അപ്പോൾ അനിലേട്ടൻ പറയണം ഞാനും ആലുവ സൈഡാണ്, എൻ്റെ സംസാരം ഈ പ്രശ്നം എനിക്കുണ്ട്, ഭയങ്കര സ്പീഡാണ്, അപ്പോൾ നീ ആക്ട് ചെയ്യുമ്പോൾ നോക്കണം കേട്ടോ, ആ ഡബ്ബിങ്ങിന് പ്രശ്നം വരും. അപ്പം ഞാൻ ഓക്കെ, പക്ഷെ നമ്മൾ സംസാരിച്ചു കൊടുക്കുമ്പോൾ ഇതങ്ങനെ സ്പീഡ് വരും. സീരിയല് ജെയിൻ തന്നെയാണോ ഡബ്? വേറെ ആളല്ലേ ഡബ് ചെയ്യണത്? പക്ഷെ അത് ഡബ്ബിയിലും കൂടി ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നു അല്ലെ സീരിയലാകുമ്പോൾ? അല്ല, ഡബ്ബിയിൽ പിന്നെ പറഞ്ഞാൽ നമ്മൾ വീണ്ടും അതിൻ്റെ അവിടെ നിൽക്കണം. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ ഒരു മടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഡബ് ചെയ്യുന്നത്. പിന്നെ അവരോട് എല്ലാവരും TS സജി സാറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. സജി സാർ സിനിമയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. സാറ് നമുക്ക് സ്പേസ് തരും ചെയ്യാനായിട്ട്. നല്ല ടീമാണ് നമുക്കത്. അതുകൊണ്ട് തന്നെ മാനത്തെ കൊട്ടാരം ഞാൻ ചെയ്യുമ്പോൾ എനിക്കൊരു സീരിയൽ ചെയ്യുന്ന ഫീൽ ഇല്ല. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത സീരിയലിൽ എനിക്ക് സീരിയൽ ഫീൽ ഉണ്ടെങ്കിലും എനിക്ക് ഇതിലൊരു സീരിയലിന്റെ ഫീൽ ഇല്ല. കാരണം അവരെടുക്കുന്ന കുറച്ചുകൂടി ഒരു ചെറിയ സിനിമാറ്റിക് രീതിയിൽ തന്നെ അവരെടുക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് തീർച്ചയായും. വേറെ ഇപ്പോൾ ഇത്രയും ഇതിനകത്ത് നിന്നു, നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ കൂടെ കടന്നുപോണ്ട് എന്ന് വേറെ എന്താണ് ജെയിൻ പിന്നെ ഇപ്പോൾ ഒരു ആസ് എ പെർഫോമർ എന്ന് തന്നെ ഇപ്പോൾ പറയണം, ആ രീതിയിൽ സിനിമയെ നോക്കി കാണുമ്പോൾ വേറെ എന്താ പ്രത്യേകിച്ച് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ടോ? അല്ല, പഠിക്കാനെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഒരു ആക്ടറിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാത്തിനും എന്തെങ്കിലും പഠിക്കാനുണ്ടാവും. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഈ ഹരിശ്രീ അശ്വഞ്ജനായിട്ട് നല്ല ബന്ധമായിരുന്നു ആ സമയത്ത്, പടം ചെയ്ത സമയത്തൊക്കെ. അപ്പോൾ പുള്ളി എന്നോട് ഇങ്ങനെ പറയാം, ഒരു ആക്ടറെ സംബന്ധിച്ച് നല്ലതും ചീറ്റൊന്നുമില്ല, നമുക്ക് കിട്ടുന്ന എല്ലാം ചെയ്യാന്നുള്ളതാണ്, ചെറുതോ വലുതോ നമുക്ക് എല്ലാത്തിനും എന്തെങ്കിലും പഠിക്കാനുണ്ടാവും. അപ്പോൾ ഞാനതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏത് പരിപാടിക്കും ഞാൻ നോ പറയാറില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ചെറിയ പിള്ളേരുടെ ഷോർട്ട് ഫിലിമൊക്കെ വിളിക്കും, ഞാൻ പറയാം നല്ല ക്യാരക്ടറാണെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പോൾ എനിക്കങ്ങനെ നമുക്ക് എല്ലാത്തിനും എന്തെങ്കിലും പഠിക്കാനുണ്ടാവും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആ ചെറുതിലെ എന്തെങ്കിലും നമ്മുടെ ഒരു സാധനമായിരിക്കും നമ്മൾ വേറെ സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, ഇത് ആ ക്യാരക്ടറിൻ്റെ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും എന്തെങ്കിലും പഠിക്കാനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴേ നമ്മളിപ്പം സിനിമയോടൊരു ഇഷ്ടം വന്നതിന് ശേഷം അതിന് മുന്നേ നിറയെ സിനിമ കാണുമായിരുന്നു, അത് ആദ്യം ചോദിക്കട്ടെ. സിനിമകൾ കാണുമായിരുന്നു. സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഞാൻ സിനിമ കാണാനായിട്ട് എനിക്ക് എൻ്റെ ഫ്രീ ടൈമിലൊക്കെ ഞാൻ സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എന്നെഴുതി വലിയ ഇംഗ്ലീഷ് മൂവീസ് ഒന്നുമല്ല, എനിക്ക് മലയാളം, തമിഴ്, കുറച്ച് ഹിന്ദി, മലയാളത്തിൽ തന്നെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ നല്ല ലെജൻസ് ചെയ്ത സിനിമകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ സിനിമകളാണ് ഭയങ്കര ഇഷ്ടം, ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പോൾ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വല്ലപ്പോഴും കിട്ടുന്നതാണ് നല്ല നല്ല കഥാപാത്രങ്ങൾ പറയണം. അപ്പോൾ അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും റെഫറൻസുകളിലേക്ക് പോവാറുണ്ടോ? അതോ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ആ വരുന്നത് എനിക്ക് വരുന്ന പോലെ എന്നുള്ള പോലെ അങ്ങ് ചെയ്യാണോ? ഞാൻ കുറച്ചുകൂടി എനിക്ക് വരുന്നത് പോലെ ചെയ്യാൻ ചെയ്യാറ്. വേറെ ഒന്നുമല്ല, അതപ്പോൾ നമുക്ക് എവിടെയെങ്കിലും നിന്നു പോയാൽ നമുക്ക് വീണ്ടും തുടങ്ങാൻ പറ്റുമല്ലോ. നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ റെഫറൻസ് പിടിച്ചു കഴിഞ്ഞാൽ പകുതിക്ക് വെച്ച് കയ്യിൽ നിന്ന് പോയാൽ നമുക്ക് പിന്നെ പണിയല്ലേ. അപ്പോൾ എൻ്റേതായ രീതിയിൽ തന്നെ അങ്ങ് അതിലെന്തെങ്കിലും വ്യത്യാസം എന്ന് എഴുതിയിട്ട് നമ്മളെ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ലാലേട്ടൻ, മമ്മൂക്ക, പിന്നെ പൃഥ്വിരാജ്, എല്ലാ ആർട്ടിസ്റ്റും അപ്പോൾ നമ്മൾ ഇവർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ചില നോട്ടങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഇത് എവിടെയെങ്കിലുമൊക്കെ സ്വാഭാവികമായിട്ട് വരും, കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇവരെയാണ്. അപ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ ഉറപ്പായിട്ടും വരും. ഇപ്പോൾ എന്താ പറയുക, ജെയിനൊരു ഓപ്ഷൻ ഉണ്ടെന്ന് വെക്കുക. ഇപ്പോൾ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് കുറച്ച് കാലം കൂടെ ഫാമിലിക്ക് കൂടുതൽ അവൈലബിൾ ആവണം, അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു പേസിലായിരിക്കും ഞാൻ പോകാമെന്ന് പറയുന്നു. ചിലപ്പോൾ അറിയില്ല, നമുക്ക് ചിലപ്പോൾ കാലം നമ്മളെ നിനക്കുള്ളത് ഒരു കുസൃതി അവിടെയും കരുതി വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഇതിലും വേറൊരു സംഭവത്തിലേക്ക് നമ്മളെ മാറ്റാം, എന്തും സംഭവിക്കാം. എന്ത് തന്നെയാണെങ്കിലും എങ്ങനെ ആയിരിക്കണം ജെയിൻ നാളെ ഒരു സമയത്ത് ജെയിൻ തിരിഞ്ഞ് നോക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ഒരു ടോട്ടൽ ഹിസ്റ്ററി എടുക്കുമ്പോൾ ജെയിൻ എന്ന് പറയുന്ന ഒരു ആക്ടർ എന്ത് രീതിയിൽ അറിയപ്പെടണം എന്നായിരിക്കും ജെയിൻ ആഗ്രഹിക്കുക? കുറേ നല്ല ക്യാരക്ടേഴ്സൊക്കെ ചെയ്ത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യുന്ന ഒരാളും അതിൻ്റെ ഒപ്പം തന്നെ നല്ലൊരു ഫാമിലി മാനുമായിട്ട് കാണണം എന്നാണ് എനിക്ക് ആഗ്രഹം. നല്ലൊരു ഹ്യൂമൻ ബീയിങ് അത് ഓൾറെഡി ആണല്ലോ. അത് എൻ്റെ വീട്ടിൽ ചെന്ന് ചോദിക്കണം. അതെ, മീനു ആണല്ലോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ആഗ്രഹങ്ങൾ. വേറെ എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? ഇല്ല. സ്നേഹിക്കുന്ന ഓഡിയൻസിനോട് മെസ്സേജ് അയച്ച് മറുപടി കിട്ടാത്ത ഫീമെയിൽ ഫാൻസിനോട്? അല്ല, അങ്ങനെയല്ല. തീർച്ചയായിട്ടും എല്ലാവരും എന്താ പറയുന്നത്, നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ആ ക്യാരക്ടറിനും തരുന്ന സ്നേഹം. കാരണം പ്രത്യേകിച്ച് ഞാൻ അതിൽ കുറേ കമൻസുകൾ വായിച്ചു, ഇങ്ങനെ വില്ലനും ഇത്ര ഫാൻസോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ. അത് ഓഡിയൻസ് ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ആ ലേഡീനെ കെട്ടിയിരിക്കുന്ന ആ ക്യാരക്ടർ
അവിടെ നശിപ്പിക്കാൻ വേണ്ടി കിട്ടിയിരിക്കുന്നത്. അതെ. പക്ഷെ അവൾ നമ്മൾ ആത്മാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ട് ആ ക്യാരക്ടറിൽ. പക്ഷെ സ്വാഭാവികമായിട്ട് നമ്മളോട് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നണം. പക്ഷെ ആൾക്കാർക്ക് എന്തോ ഇഷ്ടം തോന്നുന്നത് നമ്മുടെ ഒരു വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക, നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യട്ടെ. പുതിയൊരു പരിപാടി ഇങ്ങനെ തുടങ്ങാൻ നിൽക്കുന്നുണ്ട് സൂര്യ TV-യിൽ. നമ്മുടെ KK രാജീവ് സാർ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സീരിയൽ. അപ്പോൾ അതിൻ്റെ മോക്ക് ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് ഉടനെ നെക്സ്റ്റ് മന്തൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ രാജീവ് സാറിന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പുള്ളി ഭയങ്കര അടിപൊളി ആളാന്നുള്ളത്. അപ്പോൾ ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സന്തോഷം കൂടിയുണ്ട്. കണ്ടിരിക്കാനും നമുക്ക് ഭയങ്കര സന്തോഷമാണ് രാജുവേട്ടൻ്റെ പ്രോജക്ട്സ് എന്ന് പറയുമ്പോൾ. അതിൽ ഇങ്ങനത്തെ നെഗറ്റീവ് ക്യാരക്ടറാണോ എന്തെങ്കിലും പറയാൻ പറ്റുമോ ക്യാരക്ടറിനെ കുറിച്ച്? അതിലെ ക്യാരക്ടർ ചെറിയ അന്ന് അത്ര നെഗറ്റീവ് അല്ല, എന്നാലും ചെറുതായിട്ട് എവിടേക്കോ ചെറിയ ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോ ചോദിക്കട്ടെ, ഇന്നൊരു ക്യാരക്ടർ ചെയ്യണം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സെമിനാരിയിലൊക്കെ പോകാൻ നിന്ന ആളായതുകൊണ്ട് അച്ഛൻ്റെ ക്യാരക്ടർ ചെയ്യണം തോന്നിയിട്ടുണ്ടോ? പിന്നല്ല. അയ്യോ, അങ്ങനെ കുറേ കഥകളൊക്കെ നമ്മുടെ ഉണ്ട്. ഇപ്പം ഞാൻ ഇന്നാള് ഈ പൃഥ്വിരാജിൻ്റെ ഏതൊരു ഡ്രോപ്പായ പടം ഉണ്ടായിരുന്നു, ഏതൊരു ലിയോ എന്തോ ഒരു പടം ഉണ്ടായിരുന്നു, പുള്ളി സെമിനാരിനായിട്ട് എന്തോ ഒരു പടം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് അതൊക്കെ ഇപ്പം നമുക്ക് കുറേ അനുഭവങ്ങളുണ്ട്. നമ്മൾ ഈ സെമിനാരിലേക്ക് 2-3 വർഷം ജീവിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ഉള്ളിലത്തെ കുറേ സാധനങ്ങളുണ്ട്, ഭയങ്കര രസകരമായ കുറേ സാധനങ്ങളുണ്ട്. അപ്പം ഞാൻ ആ സിനിമയ്ക്ക് ഇങ്ങനെ അതിൻ്റെ പോസ്റ്ററൊക്കെ ഇറങ്ങിയിരുന്നു, പൃഥ്വിരാജ് ഇങ്ങനെ ഒരു ഡൂബക്കുറ്റിക്ക് പിടിച്ചിരുന്ന ഒരു പോസ്റ്റർ ഇറങ്ങിയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ചെയ്തെങ്കിൽ പൊളിയായിരുന്നു കേട്ടോ. ഇപ്പം നമുക്ക് കുറേ ഉണ്ടല്ലോ സാധനങ്ങൾ അങ്ങനെയൊക്കെ. അപ്പം എന്തായാലും നിയർ ഫ്യൂച്ചറിൽ തന്നെ അങ്ങനത്തെ ആഗ്രഹമുള്ള സ്പേസുകളിലൊക്കെ ജെയിൻ ഉണ്ടായിരിക്കട്ടെ. ജെയിനെ അങ്ങനെ കൂടുതൽ പേര് സ്നേഹിച്ചും ജെയിൻ്റെ കഥാപാത്രങ്ങളെ കാത്തിരുന്ന് നമുക്കുള്ളൊരു കാലത്തേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. ഈ ഒരു സമയം ഇന്ന് പ്രത്യേകിച്ച് ജെയിന് കുറച്ച് തിരക്കുള്ള ദിവസമാണെന്നറിയാം. എന്നിട്ടും ഇതിനു വേണ്ടി സമയം കണ്ടെത്തി ഓടി വന്നു. ഒരുപാട് സന്തോഷം. രണ്ടാമത്തെ ആള് വരുന്ന അതിലേക്കുള്ള ഞങ്ങളുടെയും പ്രാർത്ഥനയും സ്നേഹവും ചേർത്ത് വയ്ക്കുന്നു. അപ്പോൾ എന്നും ഇതുപോലെ നല്ലൊരു മനുഷ്യനും നല്ല കുടുംബസ്ഥനും നല്ലൊരു നടനുമായിട്ട് തുടരൂ. താങ്ക് യു സോ മച്ച്. ഇത്തിരി നേരം ഒത്തിരി കാര്യമായി നമുക്ക് വീണ്ടും കാണാം അടുത്ത ആഴ്ച.